എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ അല്പം തിരക്കിലാണ്. പിന്നെ വരും. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ, അകത്ത് കാണും. ഓ, വലിയ പണക്കാരന്റെ പോലെന്ന് തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. വേഗം പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല, ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പം ഞാൻ മാറ്റിത്തരാം. താൻ തന്നെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തോട്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല, ഞാൻ നോക്കട്ടെ. ആ, എടുക്ക. ചേട്ടാ, നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല വിരോധമില്ല. ആ പണം ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം, പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്. ബിഎ പാസ് ഒരാളെ ആവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന്. കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ, സാർ അങ്ങനെ പലതും പറയും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ, ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവമാണെങ്കിലേ പാതി സ്വത്ത് എഴുതിയും കൊടുക്ക്. ആ, ചിലപ്പോ കൊടുത്തുനിരിക്കും. എനിക്കറിയാം കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണ. 3 കുട്ടിയാനപ്പുറത്ത് നിറച്ചു സ്വർണ്ണവും പണമായിട്ടാ ഞാൻ ഇവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ? നമ്മൾ സന്മനസ്സുകൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ. യെസ്, മുതലാളി ഒന്ന് കാണണം. അകത്തുണ്ട്. താങ്ക് യു.
കമ്മിങ് സർ. യെസ് കമിൻ. അല്ല ഇതാരാ? ഇരിക്കൂ, ചിരം. ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ? കൊടുത്തയക്കാം ഉടനെ. അതല്ല, ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകൾക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? ഞാൻ വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. See, only if you don't mind. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഞാൻ ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? യു ക്യാൻ ബി ഓൺ യുവർ സീറ്റ് ഫ്രം ടുഡേ. താങ്ക് യു. ഇറ്റ്സ് മൈ പ്ലഷർ. ദേ, കളിക്ക നോക്കിടാ. ദേ, ഇത് നമ്മുടെ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ് എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ? ഏയ്, ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. കിണിക്കൊന്നും വേണ്ട, അവനെ ജോലി നോക്കിയാൽ മതി. വലിയ തമാശ കേട്ടതുപോലെ. കണക്കെട്ടി പറ്റി. ഓ, എന്താ ചെല്ലപ്പ ഒരു ചിരി? തേങ്ങ. ഹരി വന്നില്ലല്ലേ? ഇല്ല, ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട്. ഞാൻ മേനനദേത്തുനിന്ന് കാണാൻ വന്നതാ. അദ്ദേഹം ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കാ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാ. അയ്യോ, അങ്ങനെയാ? ആ. അപ്പോ ഇന്നിന് വരില്ല? ഇനി നാളെ വരൂ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ? കിളവന് തുപ്പാങ്ങേണ്ട ഒരു സമയം. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ചെല്ലപ്പാ, നീ ഓടിക്കോ. ഇവിടെ നിന്നാ നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. കീഴാറ് കാര്യം പറ. എന്റെ അച്ഛൻ ഓ, നിനക്ക് അച്ഛനുണ്ട്, സംഭവിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? മരിച്ചു. ഇപ്പൊ ആള് വന്നിരുന്നു. എനിക്ക് മുതലാളി 1000 രൂപ തരണം. ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. നീ വിഷമിക്കാതെ. നീ ഒരു മോനിലേ ഉള്ളൂ. അപ്പൊ വേഗം ചെല്ലുക, ഇല്ലേ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. ഞാൻ പോയാലും കുഴപ്പമാകാനുള്ളതെല്ലാം കുഴപ്പമാവും. രൂപയാണ്. 1000 രൂപ.